ഇന്ത്യയുടെ വേൾഡ് കപ്പ് സാധ്യതകൾ എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം ജൂൺ 6 ഇന്ത്യ വളരെ നിർണായകമായൊരു മാച്ച് കുവൈറ്റിനെതിരെ മത്സരിക്കാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു മാച്ചാണിത്. ഈ ഒരു മാച്ച് വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സമനിലയോ ആണെങ്കിൽ ഏതാണ്ടൊക്കെ പുറത്താണ് ഇന്ത്യ. എന്തായാലും നമുക്ക് തോൽവിയോ സമനിലയോ ഒന്നും പോരാ, നമുക്കൊരു വിജയം തന്നെ ഈ ഒരു മാച്ചിൽ വേണം. ആദ്യം തന്നെ നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. പോയിന്റ് ടേബിളിൽ ഒരു മാച്ച് പോലും തോൽക്കാതെ ഖത്തറാണ് 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ഇന്ത്യ, 3ാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ, 4ാം സ്ഥാനത്ത് കുവൈറ്റ് എന്നിങ്ങനെയാണ്. ഖത്തർ എന്തായാലും അടുത്ത റൗണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ് തമ്മിലാണ്. ഇതിൽ എങ്ങനെ ഇന്ത്യക്ക് കയറാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇന്ത്യ ആ ഒരു മാച്ച് കുവൈറ്റുമായിട്ടുള്ള മാച്ച് വിജയിച്ചാൽ മാത്രം മതി. പിന്നെ അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് ഒരു മാച്ചുണ്ട്, അതിൽ കുവൈറ്റ് വിജയിക്കണം, അല്ലെങ്കിൽ സമനിലയെങ്കിലും പിടിക്കണം. അതായത് ഇന്ത്യ ആ ഒരു മാച്ച് കുവൈറ്റുമായിട്ടുള്ള മാച്ച് വിജയിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് മാച്ച് ഒന്നെങ്കിൽ ഒരു സമനിലയാകണം, അല്ലെങ്കിൽ ആ ഒരു മാച്ച് കുവൈറ്റ് ജയിക്കണം. എന്നാൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറാം. സോ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കുവൈറ്റിനാണ്. കുവൈറ്റ് ഇനിയും ഖത്തറിനെ നേരിടേണ്ട ആവശ്യമില്ല. സോ ഉറപ്പായിട്ട് ഇരിക്കുന്ന ഒരു തോൽവി അവർക്ക് ഒഴിവാക്കാം. സോ അവർ താരതമ്യേന നേടാൻ പോകുന്ന ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ്. കാരണം അവരുടെ കൂട്ട് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന 2 ടീമുകളാണ് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുവൈറ്റ് പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അവർ വേൾഡ് കപ്പിൻ്റെ ഒരു ക്വാളിഫയർ അനുബന്ധിച്ച് കുറച്ചുകൂടെ നല്ല പ്ലേയേഴ്സിനെ ടീമിലേക്ക് എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അത് ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. സോ ഇപ്പോൾ പലരും വിജയിക്കുന്ന കുവൈറ്റുമായിട്ട് ഈസി ആയിട്ട് ജയിക്കാമെന്നാണ്. പക്ഷേ ഒരിക്കലുമല്ല, നമ്മൾ അഫ്ഗാനിസ്ഥാനെ പോലും തോൽപ്പിക്കാൻ സാധിച്ചില്ല. പിന്നാണ് കുവൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു ട്രൈ സീരീസ് വെച്ചിരുന്നു. അവിടെ നമ്മൾ കുവൈറ്റിനെ തോൽപ്പിക്കാൻ എത്രത്തോളം പാടുപെട്ടത്. സോ അത്രത്തോളം പാടായിട്ടുള്ള ടീമാണ്. നമ്മൾ കഷ്ടിച്ചാണ് ആദ്യത്തെ റൗണ്ട് ജയിച്ചത്. എന്തോ ഒരു ഭാഗ്യം, മൻവീർ സിംഗ് ഒരു ഗോൾ അടിച്ചു. ആ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കുവൈറ്റിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മസ്റ്റ് വിൻ മാച്ചാണ്. ബട്ട് കുവൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടീമാണ്, ഇന്ത്യക്കാർ നല്ലൊരു ടീമാണ്. സോ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ, സുനിൽ ഛേത്രിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് പോകും. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് 12 മാച്ച് നമുക്ക് കളിക്കാം, അതും ടോപ്പ് ടീമുമായിട്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു വേൾഡ് കപ്പിന് കയറിയില്ലെങ്കിൽ പോലും അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള വലിയൊരു പാഠമായിരിക്കാം ആ ഒരു 12 മാച്ചുകളെന്ന് പറയുന്നത്. സോ ആ ഒരു 12 മാച്ചുകൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടണം. 12 മാച്ചുകൾക്ക് വേണ്ടിയുള്ളൊരു കളിയാണിത്. സോ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള കളിയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ടോപ്പ് ടീമുമായിട്ടുള്ള 12 മാച്ചുകൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത റൗണ്ടിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ടീമുമായിട്ടാണ് നേരിടേണ്ടി വരിക. സോ അതുകൊണ്ട് തന്നെ PIO പ്ലേയേഴ്സ് പറയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയണം. അതൊരു ഹോപ്പ് മാത്രമാണ്. വളരെ വലിയ സാധ്യതകളൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഫേസ് ടു ഫേസ്, ഒരു ഹെഡ് ടു ഹെഡ് നല്ലൊരു കോമ്പറ്റീഷൻ മറ്റു ടീമുകൾക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു എന്താ പറയുക, ഒരു അണ്ടർ ഡോഗൊന്നും നമ്മളെ ആരെയും വിളിക്കില്ല. കാരണം ഈ ഒരു പ്ലേയേഴ്സോട് വരുമ്പോൾ, കാരണം അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് നമുക്ക് ഇന്ത്യൻ വംശജരായിട്ടുണ്ട്. സോ അവരോട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീം കുറച്ചുകൂടെ ശക്തമാകും. സോ അതായത് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ വിജയിക്കുന്നുണ്ട് നമുക്ക് കുറേയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരാനുള്ള വലിയ സാധ്യതകളാണ് കുവൈറ്റ് മാച്ചിലിരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ വലിയ സാധ്യതകളാണ്. സോ വിജയിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. മൻവീർ സിംഗ് അടിച്ച പോലെ ആരെങ്കിലും അതുപോലൊരു ഗോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ മോശം ഫുട്ബോൾ കളിച്ചാൽ പോലും എങ്ങനെയെങ്കിലും ആ ഒരു കളി വിജയിച്ചാൽ മതി. സോ ഹോപ്പാണ്, വിജയിക്കുമെന്ന് വിചാരിക്കാം.